നീറ്റ് പരീക്ഷാ ഫലക്രമക്കേടിൽ സുപ്രീം കോടതിയെ സമീപിച്ച് SFI സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. അച്യുത് നൽകും ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ. അച്യുതൻ, ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലായി അറസ്റ്റ് അടക്കം രേഖപ്പെടുന്ന സമയത്താണ് SFI ഇങ്ങനെ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം? പ്രജിൻ, നീറ്റ് പരീക്ഷാഫല വിവാദവുമായി ബന്ധപ്പെട്ട പല വിദ്യാർത്ഥി സംഘടനകൾ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. MSF അടക്കമുള്ള സംഘടനകൾ നേരത്തെ തന്നെ ഈ അട്ടിമറി അടക്കമുള്ള ഈ നീറ്റ് പരീക്ഷയിൽ നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമീപിച്ചത്. നിലവിൽ SFI ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിൽ ഈ പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് SFI സുപ്രീം കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജിയായിട്ട് ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. അടിയന്തരമായി ഇതിൽ വാദം കേട്ടുകൊണ്ട് പുനഃപരീക്ഷ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടിയുള്ള പരിശോധനകൾ സുപ്രീം കോടതി നടത്തണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ താൽപര്യ ഹർജിയിലൂടെ ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിരവധി ഇടങ്ങളിൽ നിന്ന് പല രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും ഇതിനോടകം തന്നെ നിയമ നടപടിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. നിലവിൽ ബീഹാറിലടക്കം ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ട്. അത്തരം സാധ്യതകൾ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, കൗൺസിലിംഗ് നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. 1563 വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ NTA നിർദ്ദേശിച്ച പ്രകാരം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്.